അളയിലെന്താ അതെ ഇപ്പൊ ഡോക്ടറെ അടുത്ത് പോയി ഡ്രസ് ചെയ്തിട്ട് അയ്യോ ഡ്രസ് ചെയ്തിട്ട് അളയിലെന്താ വന്നേ ഉള്ളൂ. ഇതിപ്പോ ഒരു 5ാമത്തെ പ്രാവശ്യമായിരിക്കും പ്രോളി ഡ്രസ് ചെയ്യാൻ പോയിട്ട് വരുന്നത്. നമ്മൾ പോകാണ് രാജഗിരിയിലോട്ട് പോവാണ് ഭരതത്തിനായി പോവാണ് കപ്പ് പോക്കാൻ പോകാണ്. ഹായ് പിടി പിടി ഒരു കൈയോട്ട് പിടി കൃഷ്ണ. എടാ എങ്ങനെയാണോ നീ പിടിക്കാൻ പോകുന്നേ? അത്രോളൂ. അലക്സ് എവിടാ? എടാ നീ വണ്ടി ഓടിക്കണോ? അയ്യോ എടാ നീ ഇങ്ങനെയാണോ വണ്ടി ഓടിക്കുന്നത്? ഇത് അളകലന്ത കൊണ്ടുവന്ന സ്പോട്ടാണ്. അളകന്ത കൊണ്ടുവന്നത് ആക്ച്വലി ഇതാ അതിൻ്റെ ഏറ്റവും മുകളിൽ നിന്നാണ്. ഹൗസ് ക്യാപ്റ്റൻ പ്രോമാക്സ് ഇതാണ് കേട്ടോ അളകലന്ത. ഇപ്പോൾ കറൻ്റ്ലി അളകലന്തയുടെ ഹൗസിൽ ആൾക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനം. ഇതിന് പ്രൈസ് കിട്ടുകയാണെങ്കിൽ മാത്രമാണ് ഞാൻ ഇത് പുറത്ത് വിടുള്ളൂ കേട്ടോ. അല്ലേ ഇതൊരു കുതിരയാണ്. ഇവരുടെ ഹൗസിൻ്റെ സംഭവം കുതിരയാണ് ഇവരുടെ സിമ്പിൾ ഓഫ് ദ ഹൗസ് ഓഫ് ദ ഐക്കൺ ഓഫ് ദ ഇന്ത്യ. All credits to Chichi. ഒറിജിനാലിറ്റി ഉണ്ടോ അവൻ? ഉണ്ട്. കുഴപ്പമില്ല, നീ കൂടുതൽ ഫോഴ്സ് ഒരു സപ്പോർട്ട് കൊടുക്കാം.
പറഞ്ഞോ മൂന്നാമത്തേലും അറിയണം കേട്ടോ 2 അന്തട തീവണ്ടിയാ കണ്ണൊന്ന് ചിമ്മിച്ചാ പതുക്കെ ഒന്ന് ചെറിയ പുഞ്ചിരി. കണ്ണത്ത് മയ്യഴക് കവിതയ്ക്ക് പൊയ്യഴക്. ട്രാക്ക് മാറ്റി എന്താ പറ്റി ശരിക്കും കല്ല് സ്കൂട്ടർ ഓടിച്ച് പുറകെ പോയാ. അല്ല നീ പെട്ടെന്ന് നോക്കണേ ഫുൾ സാധനം ഒരുമിച്ച് നോക്കണം. ഇവൻ എന്താ We got Nanda hallucinating. What are you hallucinating? I thought I saw a mountain, but it was only sunlight. Just like for 2.5 an hour, so explains. Hi. ஹாய் ஆரா நான் பாண்டுதரோட அம்மா பேசுறேன். தம்பிக்கு ஏதாவது சொல்லி கொடுறா. படிச்சவன் தானடா. என்ன எல்லாம் படிச்சுட்டு நீ ஏன்டா இந்த வேலை பார்த்துக்கிட்டு இருக்க?
ஏதாச்சும் சொல்லி கொடுறா அவனுக்கு. நல்ல புத்தி கொண்டு சொல்லி கொடு ராஜா. അടുത്ത് ഈ ബാസിലിന്റെ കൂട്ടുകാരനല്ലേ? അതെ. അവനാട് അവനാടാ ശരിക്കും വേണ്ടി അങ്ങനെ ചെയ്താൽ എനിക്ക് ഇവിടെ ജോലി കിട്ടൂ. അണ്ണാവെ പറ്റി പറഞ്ഞ അണ്ണനെ ആരാണ്? അണ്ണാ കിട്ടിയ കൂട്ടം എന്ന് ഇവരാരുടെ കൊയ്ത്തുകാരൻ അരിവാളക്കുണ്ട്. കൊയ്ത്ത് മാത്രമല്ല മെതിയുണ്ട്. ആദ്യം മെതിക്കും പിന്നെ കൊയ്യും. തലയാ. നമ്മൾ വല്ല പരിചയമൊന്നും കാണിക്കണ്ടേ? ഞാൻ കാണിക്കും. സൈഡ് പ്ലീസ്. വാള് കാണിച്ചൊന്നും പേടിപ്പിക്കണ്ട. നമ്മുടെ വാളില്ലടാ. ഒരു പൈന്റ് വാങ്ങിച്ചു കൊടുത്ത് ഇവര് വെക്കും വാള്. എന്നടാ വിഷയം? നിലത്തിരുത്തണം. അണ്ണ നമ്മുടെ പാണ്ഡിതുരണ്ണനില്ലേ, അണ്ണനെ പറ്റിയാണ് തെറി പറഞ്ഞു. എന്നടാ എണ്ണാനാ? ഇതെന്താ നഴ്സറി സ്കൂളാ? അയ്യോ കത്തി മുറി. 1 2 3 4 5 തമിഴിൽ പറയാം. 1 2 3 4. നീ എതുവരെ പഠിച്ചിട്ടുണ്ട്? എം.എ വരെ പഠിച്ചു. MA വരെ പഠിച്ചിട്ടുണ്ടോ? ஏண்டா அவ்வளோ பெரிய படிப்பு படிச்சுட்டு எதுக்குடா இந்த வேலை பண்ற? അതായത് ഇവൻ പെരിയ വീട്ടു പുള്ളിയായിരുന്നു. ഇത്തിരി ദാരിദ്ര്യം വന്നു. എമ്മെ കൊണ്ട് വിശപ്പ് മാറില്ലല്ലോ. MA വരെ പഠിച്ച ഒരു ആൾക്ക് ഊരില്ല. അതുകൊണ്ട് ഇവിടെ ദാരിദ്ര്യം ഇല്ല. പുറമ്പോക്ക് എവിടെ പെരിയ ആള്? അയ്യോ പണക്കാരല്ല പഠിച്ചോട്ടാ പെരിയവനാ. അവിടെ കഴിഞ്ഞ വർഷത്തെ കുറഞ്ഞു ഏത് ടൈപ്പ് വീട് വേണമെന്ന് ചോദിക്കുന്നു. ഇതാണ് ഫോൺ. ആ ഇതാണ് ഫോൺ. ഓക്കെ താങ്ക് യു. ഇതാണ് ആ ഇത് തന്നെയാ ഫോൺ. അളയിലെന്താ ദേ ഇപ്പൊ ഡോക്ടറെ അടുത്ത് പോയി ഡ്രസ് ചെയ്തിട്ട് അയ്യോ ഡ്രസ് ചെയ്തിട്ട് അളയിലെന്താ വന്നേ ഉള്ളൂ. ഇതിപ്പോ ഒരു 5ാമത്തെ പ്രാവശ്യമായിരിക്കും പ്രോളി ഡ്രസ് ചെയ്യാൻ പോയിട്ട് വരുന്നത്. അയ്യോ അയ്യോ
നെഗറ്റീവ് അടിക്കാൻ പാടില്ലല്ലോ. അപ്പൊ ഞാൻ പോയി ഒരു ബുക്ക് റിവ്യൂ എഴുതിട്ട് ഞാൻ വരാൻ പോവാ. റെഡി ഫോർ ആ അമ്മച്ചി ഈ പൗച്ച് മൊത്തം എടുത്താണോ? പൈലറ്റ് എടുത്തോ? ആ പൈലറ്റ് എടുത്തോ. അതൊക്കെ എഴുതാനൊക്കെ പറ്റും. മോനെ പൈലറ്റ് എടുത്തോ. 2 വെച്ചു, അതും കൂടെ വെച്ചോ. പൈലറ്റും കൂടെ എഴുതും. ഹായ്. ഞാനിത് എന്തോരം പൊക്കണമെന്ന് പറയേണ്ട കാര്യം കാണാൻ. വാവ്. നൈസ്. ഹാപ്പി ആയിട്ടൊന്ന് പോയി. ക്ലാസ്സിൽ പോകുന്നില്ലല്ലോ. ഓ അച്ഛന്റെ സോക്സും ഷർട്ടും മാച്ചിങ് ആണ്. നോക്ക്, പാന്റ് ടു ഡാഡി. ഡാഡിയുടെ ഷർട്ട്, അച്ഛന്റെ സോക്സ് കാണിക്കൂ. അച്ഛൻ പൊക്കണ്ട, ഞാൻ കാണിക്കോളാം. ഞാൻ പതുക്കെ വെച്ച് നോക്കാം. ഓക്കെ ഓക്കെ ഓക്കെ. എന്ത് കാണിക്കുന്നു നീ? ഞാൻ അതിന് ഇത്ര നേരം നിക്കാൻ പോകാണ് ഞാൻ കോളേജില്. പിന്നെ ഇത്ര 1 സെക്കൻഡാണിത്. ആ ചെയർ ഡിക്കിയിലെടുത്ത് വെച്ച് കൊണ്ടുപോകാൻ പറ്റോ? ഈ കയറല്ലേ? ആ പിന്നെ പറ്റിയ കാര്യം. പറ്റില്ലേ? കോളേജിൽ വീൽ ചെയർ ഉണ്ട്. നീ അവിടെ ചെല്ലുമ്പോഴത്തേക്കിനും ആരെങ്കിലും എടുത്തെങ്കിലും പറഞ്ഞ വീൽ ചെയർ എത്തിക്കാൻ പറ്റോ? വേണ്ട വേണ്ട. ആ പില്ലെടുത്തിട്ട് ഒരാൾ ഓടി. ഹാപ്പി ഓക്കെ ബൈ. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ. ഫ്രണ്ട്സിനെ വിളിക്കട്ടെ. അവിടെ എത്തുമ്പോ ഫോണില്ലേ കയ്യില്? അച്ഛയുടെ കയ്യില് ഫോണില്ലേ? ടാറ്റാ. അച്ഛയുടെ കയ്യില് ഫോണില്ലേ? ഉണ്ട്. എത്തുന്നതിന് മുന്നേ വിളിക്ക് ഫ്രണ്ട്സിനാ. ബൈ. വീൽ ചെയർ ഉണ്ടോ പറ. എന്താ പറ്റി ശരിക്കും കല്ല്? സ്കൂട്ടർ ഓടിച്ച് പുറകെ പോയാ. Are you a dedicated captain? നല്ല ഫ്രെയിമാ. ഹായ്. This is my phone. ഓക്കെ It's an iPhone 13. Okay. My phone. പക്ഷെ ഫോൺ ഇപ്പോൾ പ്രഗ്നൻ്റ് ആയി. For the second time the battery is ഓഫ് മോനെ. pregnant. ഹായ്. ഹായ്. പേടിക്കണ്ട, കുഴപ്പമില്ല. ഇറ്റ്സ് ഓക്കെ. അവരുടെ അടിയിൽ മേത്ത് ഇടിച്ചിട്ടാണ് നിന്റെ മേത്ത് വീടുള്ളൂ. ഓ മൈ ഗോഡ് ബ്രോ, വെരി നൈസ്.
കഴിക്കാൻ നേരമില്ല നമ്മൾക്ക് വിട്ടിരുന്നാലും വായുവൻ കെട്ടിടായിട്ട് എനിക്ക് ബാലൻസ് തരിക House of Rajput! House of Vikings! Second place goes to House of Aryans! And the first place for movie spoof. Now for the final announcement, the most important. Third place we have House of. In second place we have House of Rajput. You told her, right? You can read it in the. But then you can't. ഒരു സ്ക്രിപ്റ്റ് പോലും എടുക്കാൻ പറ്റത്തില്ല. Even I thought. ഞാൻ സീക്രട്ട് പറയുന്നതാണോ വീഡിയോ എടുക്കുന്നത്? സോറി ഞാൻ ഇരുന്നോളാം. ഞാൻ നോക്കണ്ട, ഇരിക്കണ്ടോ നോക്കണ്ട സമയത്ത് ഞാൻ പ്രാന്താപനേശം വരുമ്പോ ഞാൻ ഇരിക്കണോ നിർബന്ധില്ല. സീന് ശരിക്കും ഇരിക്കുന്നു. ഞാൻ ഇരിക്കുന്നു. ഉറങ്ങാനും പറ്റുന്നില്ല. അതെന്താ എല്ലാം ചെയ്തത് ഞാനാ ചെയ്തത്. അല്ല ശരിയാ, ഒന്നും ശരിയാവില്ല. അതെല്ലാം ചെയ്തത് ഞാനാ എല്ലാം ചെയ്തത്. എനിക്കറിയാം ചേട്ടൻ്റെ വേദന എനിക്ക് മനസ്സിലാവും. ചേട്ടൻ മനസ്സിലെ വേദന എനിക്ക് മനസ്സിലാവും. ഇല്ല, ആർക്കും മനസ്സിലാവില്ല.
പണിയെടുക്കുന്ന കൃഷ്ണൻ. അതെ അതെ, കൃഷ്ണൻ കൊറേ പണിയെടുത്തു എന്ന് പറയാൻ. കണ്ടോ, അതെ അതെ, ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് പണി കൃഷ്ണൻ ഇല്ലെങ്കിൽ ക്യാപ്റ്റൻ ഇന്ന് അരങ്ങില്ല. ജോലി കളഞ്ഞ് ഇവിടെ ഡ്രൈവറായിട്ട് വന്ന ചേച്ചി. കൃഷ്ണൻ ഇസ് ദ റിയൽ ബ്രോ. എന്താ നന്ദ താഴെ നോക്കി ഇറങ്ങട്ടാ. ട്രാക്ക് അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്ലോഡ് ചെയ്തു, എല്ലാം ചെയ്തല്ലോ. ചെയ്തു. ഓക്കെ എടാ വീൽ ചെയറിൽ ഇരുത്തടാ. എന്നിട്ട് കണ്ണി കണ്ട് മുങ്ങി പീക്കിരി പിള്ളേര് പറയുന്നത് ചേച്ചിക്ക് മടിയായത് കാരണം വരുന്നില്ല. ആടാ അങ്ങനെ ഒരുത്തൻ പറഞ്ഞു നടക്കാടാ. രജ്പത്തിലെ ഈ പ്രാവശ്യത്തെ ക്യാപ്റ്റന് മടിയായിരുന്നു, ഒരുത്തിനും ഒന്നിനും വരുന്നില്ല. പ്രായമായെന്നറിയാം, എന്നാലും ഇങ്ങനത്തെ ഇത്രയും പ്രായമായ എഴുന്നേറ്റ് ഭരതം ലാസ്റ്റ് ആണ് ആണെങ്കിലും എന്താണ് ആർട്സിന്റെ ലാസ്റ്റ് എവർ ഭരതം. ലാസ്റ്റ് എവർ My fourth Bharadam. So glad all 4 Bharadams I had. This Bharadam I couldn't ഓടി നടക്കൽ, but then I ഓടി നടക്കൽ last 3 Bharadams. So it's like, it's not fine. Okay, it's okay, it's fine. പറ്റുന്നത്ര വെയിറ്റ് ഒന്നും ചെയ്തല്ലോ. കുറേ ചെയ്തു. So much to do still. സോ ഓൾസോ ഇന്ന് അവർക്ക് എത്തനിക് ഡേ കൂടിയാണ്. അപ്പൊ ചേച്ചിയും എത്തനിക്കായി. അതാ അപ്പൊ പിന്നെ ഇതിപ്പോ നോക്കാതെ തന്നെ ഓക്കെ സോ ഷീസ് കണ്ടിന്യൂയിങ് ഹെർ കോസ്റ്റ്യൂം. അപ്പൊ പിന്നെ ഒരു എക്സ്റ്റൻഷൻ ആണെന്നൊക്കെ ഒരു അണ്ടർസ്റ്റാൻഡിംഗിൽ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഓൾസോ ഐ ഡോണ്ട് ഹാവ് എനി അതർ ഔട്ട്ഫിറ്റ്സ്. അപ്പൊ പിന്നെ ഞാനും ചെയ്താറൊക്കെ ഇട്ട് എന്നിട്ട് ഞങ്ങളത് പോവാണ് രാജഗിരിയിലോട്ട്. നമ്മൾ പോകാണ് രാജഗിരിയിലോട്ട് പോവാണ് ഭരതത്തിനായി പോവാണ് കപ്പ് പോകാണ്. നല്ല അത്യാവശ്യം രാവിലെ ഞങ്ങൾ എത്തിയേക്കണം. പരിപാടി തുടങ്ങണ 8:30-ക്കാണ്. ഞങ്ങൾ 7:45 എത്തി. ഇതേ തിരുവാതിര ഗേൾസ് ഗോയിങ്. നമ്മുടെ ഇവിടെ അതിന്റെ ഫ്രണ്ടിലോട്ട് കിട്ടും. മതി മതി. തിരുവാതിര 258.
അമ്മയുടെ അവിടെ ഒരു വീൽ ചെയർ ഇരിക്കുന്നു. അതൊന്നും നമുക്ക് തരത്തില്ല അവര്. റോട്ടിലിറക്കാൻ പറ്റത്തില്ല. അത്ര രജ്പുത്സ്. പിന്നെ അതിന്റെ ദിസ് ഇസ് രജ്പുത്സിന്റെ ഹോഴ്സ്. ഇത് മെയിൻലി സെറസിബ് കണ്ടുണ്ടാക്കിയത്. അങ്ങനെയൊന്നുമില്ല, ടീം വർക്കാണ്. പിന്നെ വേറെ ടീംസിന്റെ ഒക്കെ തിങ്സ് ആണ് ഇത്. പിന്നെ ഇത് വെച്ച് ചെയ്തത് അവര് ഉണ്ടാക്കിയ പോലെയല്ല. ഓ, പിന്നെ ഇവിടെ ഒരു ആനയുണ്ട് കേട്ടാ. ആക്ച്വലി നമ്മുടെ പ്രൈസ് ഒന്നും കിട്ടിയിട്ടില്ല ഇതുവരെ. പ്രൈസ് കിട്ടിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ അഹങ്കാരത്തിലായിരിക്കും സംസാരിക്കുന്നത്. പ്രൈസ് കിട്ടാത്തത് നമ്മള് കുറച്ച് സട്ടിലായിട്ട്. Okay. We have this Godavari lift. It's the only thing not Rajagiri, but Rajagiri was made. I don't know how to, control this thing. It's okay. Just. When I'm learning. Okay. Pick up. ഇത് എല്ലാ ഫ്ലോറൊന്നും കാണാതെ സോ പ്രിറ്റി. ഭരതം ആൻഡ് ആര്യൻസ്, മുഗൾസ്, വൈക്കിങ്സ്. പ്രോബ്ലി ഇവിടെ ആയിരിക്കും രജ്പുത്സ് ഉണ്ടാകും. ബ്ലൂ ഇസ് രജ്പുത്സ്. ഓക്കെ, എനിവേസ് ആണെങ്കിൽ എന്താ ഗോയിങ് റൈറ്റ് നൗ. എടോ ഞാൻ പറയാം, തനിക്ക് ഈ പൈതോറസ് ഫോർമുല അറിയണോ? പൈതോറസിനെ പറ്റി പെടില്ല, അയാളെ എനിക്ക് ഇഷ്ടമല്ല. അത് തനിക്ക് അയാളെ ഇഷ്ടമല്ല. അത് തനിക്ക് ഓക്കെടാ. റാപ്പിനില്ലേ? Glad she's with me and no other guys. I like to see another try, but she's my wife. Yeah, I'm living the high life. Mutukal sirikum nilatikum nilai pai pidaikum. Mutukal sirikum nilatikum nilai pai pidaikum. That's so nice. എല്ലാരും കാണാൻ പറ്റില്ല. എനിക്ക് ഭയമാണോ വരുന്നത്? അല്ല, അയ്യോ, എന്റെ ജീവിതം നശിച്ചു. അമ്മ, എന്റെ ജീവിതം നശിച്ചു. പുറകെ 2 മെന്റൽ പേഷ്യന്റും ഉണ്ട്. ഇതിനു മുമ്പുള്ള ഭരണങ്ങളിൽ ഞാനും നിങ്ങളും ഒക്കെ കണ്ടിട്ടുള്ളതാണ്. നിങ്ങൾക്കറിയാം, ഈ പേര് നിങ്ങളുടെ മനസ്സിലുണ്ട്. ബെസ്റ്റ് ആക്ടർ മെയിൽ
Bharadam 2026 goes to John Prince of Gospel. Next, Best Actor Female. Best Actor Female of Bharadam 2026 goes to Geetika of Politics. Bharadam 2026 goes to John Prince of Gospel. Moving on to the next. Thank you, Joseph. Thank you. Moving on to the next item. The house captains of Aryans, Trisha Mariam Thomas, Devjit Matthew Rajesh, along with the co-captains, Telsa Maria Vinod and Aditya Prasad. I invite the house captains of Mughal, Mariam Mahmood, Aman MLL, along with the co-captains, Uza Rajkumar and Rayhan Rahim. House captains, Alagananda Pradeep and Atul K. Aditya and Elsa Lisa Thomas. Next, the House of Sports. Captains Teresa Jose and Arjun CK, along with the co-captains Vishal Krishna and Bhadra Rajesh. The House of Rajputs. ഭരതം കഴിഞ്ഞ് എങ്ങനെയുണ്ടെന്ന് വെച്ചാ 2 കാലായിരുന്നു, ഇപ്പൊ പടക്കുതിര പോലെ 4 കാലായി. ഫൈനൽ റിസൾട്ട്സ് അല്ല. ഭരതമാരെ ജയിച്ചതാരുണ്ട്? This year's Bharadam 2026 trophy Goes to the House of Wigan! I request Reverend Dr. Joseph Matthew CMI to present the trophy to the House of Aryans. ഈ വ്ളോഗിൻ്റെ ക്ലൈമാക്സിലൂടെ കിടക്കുന്നതിന് മുന്നേ ഐ ഫീൽ ലൈക്ക് ഐ ഹാവ് ടു സേ ഫ്യൂ വേർഡ്സ്. മൈ അളകന്ത ഇസ് ദ മോസ്റ്റ് ക്രിയേറ്റീവ് പേഴ്സൺ ഐ നോ, ഇസ് ദ മോസ്റ്റ്, അല്ല ഞാൻ ആക്ച്വലി സബ്സെക്ഷൻസ് എടുത്ത് പറയേണ്ട ആവശ്യമില്ല. ഇറ്റ്സ് ജസ്റ്റ് ദ ബെസ്റ്റ് പേഴ്സൺ ഐ നോ, ഇറ്റ്സ് ജസ്റ്റ് ദ ബെസ്റ്റ് ഹ്യൂമൻ യു ക്യാൻ എവർ ഫൈൻഡ്. ഷീ ഈസ് എ ബെറ്റർ വേർഷൻ ഓഫ് മീ
ഞാനും നന്ദ ഭയങ്കര സിമിലർ ആണെന്ന് എല്ലാവരും പറയാറുണ്ട്. നന്ദ എന്നെക്കാട്ടിലും 5 വർഷം ഇളയതായത് കാരണം അവളെ എന്നെ കണ്ട് പഠിച്ചായിരിക്കും ഇങ്ങനെ അയക്കുന്നതെന്ന് പലരും പറയുന്നുണ്ട്. പക്ഷേ ഇറ്റ്സ് നോട്ട് ട്രൂ. അവൾക്കൊരു 5 വയസ്സോ 6 വയസ്സോ ആയപ്പോൾ തൊട്ട് 10-12 വയസ്സുള്ള ഞാൻ അവളെ നോക്കിയാണ് പഠിച്ചിരിക്കുന്നത്. Now I am 26 and she is 21. Still ഞാൻ അവളെ നോക്കി തന്നെയാണ് പഠിക്കുന്നത്. She is my inspiration to be good. Actually, she is everything good in me എന്ന് പറയുന്നതായിരിക്കും നല്ലത്. എനിത്തിങ് ഗുഡ് ഇൻ മീ ഇസ് ഓൾ നന്ദ. നന്ദ ഇപ്പോൾ കോളേജിൽ എന്ത് സീനാണോ ഒബ്വിയസ്ലി അതിൻ്റെ ഒരു എക്സ്റ്റെൻഡഡ് വേർഷൻ തന്നെയായിരുന്നു സ്കൂളിലും ഉണ്ടായിരുന്നത്. അപ്പോൾ സ്കൂളിൽ നിന്ന് വരുന്ന സമയത്ത് എവരിബഡി യൂസ് ടു സേ നാട്ടിലെ പിള്ളേരൊക്കെ ഭയങ്കര സ്മാർട്ടാണ്. സൗദിയിലുണ്ടായിരുന്ന ഒരു സ്മാർട്ട്നെസ് വെച്ച് നാട്ടിൽ ചെന്ന് നിങ്ങൾ സ്മാർട്ടാണെന്ന് വിചാരിച്ചത് നടക്കാനൊന്നും പോകുന്നില്ല എന്നൊക്കെ. ഓ മൈ ഗോഡ് ബ്രോ, അവൾ പഠിക്കുന്ന കോളേജിൽ ആർട്സ് ഫെസ്റ്റിന് ഒരു ഹൗസിൻ്റെ ക്യാപ്റ്റനായിട്ട് എലക്ഷനിൽ നിന്ന് ജയിക്കുക എന്ന് പറയുന്നത് ദി മോസ്റ്റ് എലീറ്റിസ്റ്റ് പൊസിഷൻ യു കെൻ ബി ഇൻ രാജഗിരി. ആൻഡ് ബ്രോ ദാറ്റ് ഇസ് അളകലന്ദ. നന്ദ ക്യാപ്റ്റൻ ആയതിൽ സന്തോഷിക്കുന്നതും നന്ദയ്ക്ക് വേണ്ടി തന്നെ പണിയെടുക്കാൻ വരുന്നതുമായിട്ടുള്ള കുറേ പിള്ളേർ ഞാൻ കഴിഞ്ഞ 2-3 ആഴ്ചയിൽ കണ്ടു. ഷീ ഒബ്വിയസ്ലി ഹാഡ് എ ലോട്ട് ഓഫ് പ്ലാൻസ് ഫോർ ദ ഹൗസ്. പക്ഷെ അവളുടെ കാലൊരു പകുതി സമയം കൊണ്ടുപോയി. ആ മേജർ ഇമ്പോർട്ടൻറ്റ് പാർട്ടിലെ കുറച്ച് ആഴ്ചകൾ നന്ദ കോളേജിൽ പോകുന്നുണ്ടായിരുന്നില്ല. ഫുൾ ഫോണിൽ മാത്രം പറ്റുന്നതാണ് അറ്റൻഡ് ചെയ്തിരുന്നത്. പക്ഷെ അവിടെ നടന്ന് ഈ 68 ഇവൻറ്റിൻ്റെയും കാര്യങ്ങൾ ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്തിരുന്നത് അതുലായിരുന്നു കേട്ടോ. അവൻ്റെ മുഖം എപ്പോൾ നോക്കിയാലും നമുക്ക് സങ്കടം വരും. അവൻ എന്താണ് ലാസ്റ്റ് ഫുഡ് കഴിച്ചതെന്ന് ഉറങ്ങിയതെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. അതുപോലെയായിരുന്നു. അപ്പോൾ വ്ളോഗ് ക്ലൈമാക്സിലോട്ട് കിടക്കുന്നതിന് മുന്നേ നന്ദ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് രജ്പുത്സിന് വേണ്ടി ചെയ്ത കാര്യങ്ങളുടെ ഒരു 30 സെക്കൻഡ് ട്രെയിലർ കാണാം. ഇവിടെയാണ് ഞങ്ങൾ അടുത്ത ദിവസം മരം വരയ്ക്കാൻ പോകുന്നത്. ഇതിപ്പോൾ ഞാൻ ഇവിടെ രജ്പുത്സ് ഈ തുണിമ എഴുതിക്കൊണ്ടിരിക്കുക. ഓക്കെ സെറ്റ്. അങ്ങനെ എന്തായിരിക്കും ഇല്ലില്ല 90 സെന്റിമീറ്റർ ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ അമ്മാമ്മ എങ്ങനെയുണ്ട് കാണാൻ? അച്ചാച്ചേ മോഡലിംഗ് അല്ല, ഷോക അടിച്ചിട്ട്. കേട്ടോ അലയിരരുതാം നീ ഒരു പോക്ക് പുഴയവനലിഞ്ഞു വിളി കേട്ട് ഇവന് വഴി
ലൈൻ കട്ട് അകലയാണ് ഇവനുടെ കഥയിലെ നാട് അവിടെയാണ് ഇവനുയരരുളിയ വീട് ഈരടിയായി പാടാം നായകന്റെ ചിരപരിചിതരുടെ മൊഴി സ്വപ്നമൊരു ചാക്ക് തലയിലത് താങ്ങിയൊരു പോക്ക് ഉടയവനലിന്ന് വിളി കേട്ട് ഇവനു വഴികാട്ട് സ്വപ്നമൊരു ചാക്ക് തലയിലത് താങ്ങിയൊരു പോക്ക് ഉടയവനലിന്ന് വിളി കേട്ട് ഇവനു വഴികാട്ട് ജുവലും ഗ്രേസും അയ്യോടും മാസ്ക് കാണിച്ചടാ. പേടിച്ചു ഞാൻ നിന്നുടെ മൃദുല പ്രതലമധികം മധുരമതി മനോഹരം മാനത്തെ അമ്പിളി ചേലത്തെ കൊമ്പിളിൽ കൊണ്ടുവരാനായി സാധിച്ചില്ലെങ്കിലും കാറ്റിലും കോളിലും കൂട്ടു പങ്കിടാം ഞാൻ മതി വരുവോളം. അളകു വേനലിൽ പൊള്ളാതെ നീർ പെയ്തു നീ ചെയ്യാതെ ഞാൻ കമ്പിളി പോലെ നിന്നെ പുണരാം. Just know when this Alaganda is winning, this Alaganda is also winning. ഹരിത പരവതാനിയാ of Bharadam 2026 goes to the House of Blackburn! I request our principal to present the trophy to our first runner-up, the House of Blackburn.
So guys, winners or not winners, it's all about your dedication and healthy competition, which we are sure you all stand best at. So once again, thank you all who made Bharadam 2026 possible. Stay tuned for the next Bharadam. Until then, we are your anchors. Jeremy! And until... ഹായ് അഖിലെന്താ പ്രദീപേ, എങ്ങനെയുണ്ട്? വാട്ട് ഡു യു ഫീൽ? ഇറ്റ്സ് 1 week സിൻസ് ഭരതം ആൻഡ് ഓൾമോസ്റ്റ് 4 years ആയിട്ട് അതിനു വേണ്ടി പണിയെടുത്ത് ഫൈനലി ബിക്കം ക്യാപ്റ്റൻ. ആൻഡ് ക്യാപ്റ്റൻ ആയിട്ടുള്ള ഭരതം എങ്ങനെ ഉണ്ടായിരുന്നു? ക്യാപ്റ്റനായിട്ടുള്ള ഭരതം ഓബിയസ്ലി കഴിഞ്ഞ കൊല്ലം ഭരതമൊക്കെ ആയപ്പോൾ ഐ ഡിഡ്ന്റ് സ്ലീപ്പ്, ഐ ഡിഡ്ന്റ് ഈറ്റ്, ഒട്ടും കഴിച്ചില്ല. ഇപ്രാവശ്യം അത് കാരണം ഭരതത്തിന് 2-3 ആഴ്ച മുന്നേ എൻ്റെ അമ്മച്ചി എനിക്ക് കുറെ പാക്കറ്റിൽ നൂഡിൽസും പാത്രവും സാധനങ്ങളും അവല് വിളയിച്ചതൊക്കെ ഉണ്ടാക്കി പെട്ടിയിലാക്കി കാക്കനാട് ഞങ്ങൾ കൊണ്ട് വെച്ചു. കാരണം ഞാൻ വീട്ടിൽ വരുന്ന സമയത്തിൽ ഒന്നും ഓർഡർ ചെയ്യാനും പറ്റില്ല, ഞാൻ ഓർഡർ ചെയ്തില്ല, ബിക്കോസ് എൻ്റെ പൈസ ഉണ്ടാകത്തില്ല, ഞാനൊന്നും കഴിക്കാറില്ല, ഞാൻ ഉറങ്ങാറില്ല, ക്ലാസ്സിൽ പോകാറില്ല. പക്ഷെ ദിസ് ടൈം ഐ ഫീൽ ലൈക്ക് ദ ഫസ്റ്റ് 2 weeks വേർ ലൈക്ക് ദാറ്റ്. ആൻഡ് ദെൻ ദൈവം പറഞ്ഞു റെസ്റ്റ് എടുക്കാൻ. ആദ്യത്തെ 3 കൊല്ലം എന്തായാലും അങ്ങനെ ഒന്നും ചെയ്തില്ലല്ലോ, ഇപ്പോൾ കുറച്ച് റെസ്റ്റ് എടുക്കുക. സോ ഐ ഹാഡ് പ്രോപ്പർ സ്ലീപ്പ്, ഐ വാസ് ഈറ്റിംഗ് 3 times a day. So it was different അതുകൊണ്ട്, because I didn't feel like I was working hard enough because I was eating proper meals when there were people out there who didn't eat proper meals. So അതിന്റെ ചെറിയൊരു വിഷമമുണ്ട്, പക്ഷേ still nice. We got second. We obviously expected more than that, but yeah, it's nice, it's good, feels nice, feels empty actually little inside. ഇനി purpose in life ഒന്നും അറിയത്തില്ല, പക്ഷെ കുഴപ്പമില്ല, എഞ്ചിനീയറിംഗ് കഴിയും ജോലി കിട്ടും, അതൊക്കെ ഉണ്ടല്ലോ ബിഗർ തിങ്സ് ടു ഹാപ്പൻ. പക്ഷേ ഭരതം വാസ് എ വെരി ബിഗ് തിങ്, വെരി ബിഗ് പാർട്ട് ഓഫ് മൈ ലൈഫ്. നെക്സ്റ്റ് ഇയർ ഭരതത്തിന് എന്തായാലും തിരിച്ചു വരും. ഗ്രേസിന്റെ അടുത്ത് ഞാൻ സംസാരിക്കുമായിരുന്നു, ആൻഡ് ഗ്രേസ് വാസ് ടെല്ലിങ് മീ ഷീ സ്റ്റിൽ രജ്പുത്സ്, യു നോ, ഷീ കാൻറ്റ് ഗെറ്റ് ദാറ്റ് രജ്പുത്സ് ഔട്ട് ഓഫ് ഹർ. സെയിം തിങ്, സ്റ്റിൽ രജ്പുത്സ്. രണഭൂമി വരുന്നുണ്ട് അടുത്ത ആഴ്ച സ്പോർട്സാ. സോ ഐ എം എക്സൈറ്റഡ് ഫോർ ദാറ്റ്. ഐ എം ഹാപ്പി ദാറ്റ് രണഭൂമി ഇസ് ലെഫ്റ്റ്. ഓക്കെ, സോ ഞാൻ ആണ് ഫുഡൊന്നും കഴിക്കാണ്ട്, ഫുഡൊക്കെ കഴിച്ച് ഉറങ്ങി പ്രോപ്പറായിട്ട് റെസ്റ്റ് എടുത്തൊക്കെ പണിയെടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ കോളേജിൽ എൻ്റെ ക്യാപ്റ്റൻ, എൻ്റെ കോ ക്യാപ്റ്റൻസ്, എൻ്റെ പിള്ളേർ ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നില്ല. അവർ ഫുൾ പണിയെടുക്കുന്നുണ്ടായിരുന്നു, അവരെല്ലാ ഇവൻറ്റിനും വേണ്ടി പണിയെടുക്കുന്നുണ്ടായിരുന്നു. ആൻഡ് എനിക്ക് സ്പെസിഫിക് ആയിട്ട് സ്പെഷ്യലി പറയാനുള്ളത് ഇസ് അതുൽ കൊളമുള്ളി, രാജ്പുത്തിന്റെ ക്യാപ്റ്റൻ. അതുൽ കെ, നോ വൺ നോസ് ഹിസ് സെക്കൻഡ് നെയിം. ഞാനൊരു സെക്കൻഡ്, ഞാൻ ഇപ്പോൾ ഒരു ക്ലിപ്പ് ആഡ് ചെയ്യാട്ടാ. ഒരു ആ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിൽ ആ ഫാഷൻ ഷോയിൽ നടന്നിരുന്നൊരു ക്ലിപ്പ് ആഡ് ചെയ്യാം. ഓക്കെ, സോ ദാറ്റ് വാസ് അതുൽ ഗൈസ്. സോ അതുലാണ് നമ്മുടെ ക്യാപ്റ്റൻ, അതുലാണ് രാജ്പുത്തിന്റെ ക്യാപ്റ്റൻ. സോ കഴിഞ്ഞ കൊല്ലം ഫുൾ സ്റ്റോറി. ഓക്കെ, ചേച്ചി 2 കൈ വെച്ച് ഫോം പിടിച്ചോ, ടയർഡ് ആവും ചേച്ചി അല്ലെങ്കിൽ. ഓക്കെ, സോ ഭരതത്തിന് നമ്മൾ എല്ലാവരും ജോയിൻ ചെയ്യുമ്പോൾ ഐദർ യു ജോയിൻ ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ ഓർ 4th year. No one joins ഭരതത്തിന്റെ 3rd year. Okay, first year you are coming because okay arts fest ആയി all on പിള്ളേർ ഫസ്റ്റ് ഇയറിൽ കയറും. ഞാൻ ഫസ്റ്റ് ഇയറിൽ കയറി ഭരതത്തിന്. സെക്കൻഡ് ഇയർ ഫസ്റ്റ് ഇയറിൽ ഭരതം കണ്ടിട്ട് ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ട്. There are places where we can work even if we're not that creative, we still have our space. ഭരതത്തിന് നമുക്ക് കുറെ പണിയെടുക്കാനുണ്ട് എന്നറിയുന്നവരൊക്കെ സെക്കൻഡ് ഇയറിൽ വരും. സെക്കൻഡ് ഇയർ വന്ന് കുറെ പണിയെടുക്കും. സെക്കൻഡ് ഇയേഴ്സ് ആണ് ഏറ്റവും കൂടുതൽ പണിയെടുക്കാറ് ഭരതത്തിന് വേണ്ടിയിട്ട്. 3rd years they don't even come for ഭരതം. ഭരതത്തിന് ഫസ്റ്റ് ഇയർ തൊട്ടുള്ളവർ, സെക്കൻഡ് ഇയർ തൊട്ടുള്ളവർ ഭരതത്തിന് 3rd year ഉണ്ടാവും. അല്ലെങ്കിൽ they don't show up for ഭരതം. 3rd year ഫ്രഷ് ആയിട്ട് you don't get joinees for ഭരതം. 4th year വരുന്ന ആൾക്കാർ obviously ക്യാപ്റ്റൻസ് ഉണ്ടാവും, ക്യാപ്റ്റൻസിന്റെ ഫ്രണ്ട്സ് ഉണ്ടാവും. ഓൾസോ എല്ലാവരും ഇറങ്ങും 4th year ആകുമ്പോൾ. കാരണം ലാസ്റ്റ് ഭരതമാണ് കുറെ പണിയെടുക്കാനുണ്ട്, അതെല്ലാവരും ആകുമ്പോൾ 4th years എന്തായാലും ഇറങ്ങും. 3rd years ആണ് ഒരിക്കലും ഇറങ്ങുന്നത്. കഴിഞ്ഞ കൊല്ലം ഞാൻ 3rd year ആയിരുന്നു, ഞാൻ കോ ക്യാപ്റ്റൻ ആയിരുന്നു, ഞാൻ ഡെക്കോ ഹെഡും ആയിരുന്നു. ഞങ്ങൾ വുഡ്സിലിരിക്കുക, ഞങ്ങൾ ഫുൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുക ഭരതത്തിന് വേണ്ടിയുള്ളത്. ഞങ്ങൾക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട്, അത് ചെയ്യാനുണ്ട്. ഞാൻ ജനറൽ ആയിട്ട് ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടായിരുന്നു, ഡെക്കോ വർക്ക്സ് ഹാപ്പനിങ് അറ്റ് വുഡ്സ്, ഇൻട്രസ്റ്റഡ് പീപ്പിൾ പ്ലീസ് ജോയിൻ. അങ്ങനെ നോട്ട് വെരി ജനറിക്, വരാറേ ഇല്ല. ആ മെസ്സേജ് കണ്ടിട്ട് ആരും വരില്ല. These 2 boys, okay, very randomly these boys started walking towards us. എന്നിട്ട് എന്നെ കണ്ടപ്പോൾ they were like, രജ്പുത്സ് അല്ലേ ഡെക്കോ? yeah, വഴി തെറ്റി വന്നതാണോ? And then they are like, ഞങ്ങൾ ഗ്രൂപ്പിൽ മെസ്സേജ് കണ്ടിട്ട് വന്നു. ഞാൻ ഇട്ട മെസ്സേജോ പണിയെടുക്കാൻ വന്നതാണ്. അതെ, ഡെക്കോ പണിയെടുക്കാൻ വന്നത്. ഓക്കെ, വന്നു നിന്നു. Did you know them already? No, I didn't know them. I don't know who they are. There was 2 boys. End yearle 2 boys. Just 3rd year randomly showed up. I said, cool, okay, just join us. We're so grateful to have you here. Then we were all trying to make them feel included because they are like
This never happens. Yeah. Thank you so much for being here. Thank you so much for acknowledging my message. And that was Alex Madhulum. അയ്യോ സിൻസ് ദാറ്റ് ഡേ അലക്സ് ആദ്യത്തെ ഒരു ദിവസം എന്തോ വന്നു, ഒരു പരിചയക്കുറവുണ്ടായിരുന്നു. രണ്ടാമത്തെ ദിവസം തൊട്ട് ഞാൻ ഒരു വഴക്ക് പറയാൻ തുടങ്ങി, പണി കൊടുക്കാൻ തുടങ്ങി. എന്തോ അവന്റെയും അശ്വിനും ഞങ്ങളുടെ ഡെക്കോ ഹെഡ് സീനിയർ ആയിരുന്നു. ഞാൻ 2x2 meters വരുന്ന ഫോം ബോർഡ് മേടിച്ചിട്ട് വരാൻ പറഞ്ഞു. അവര് 2x2 feet വരുന്ന മേടിച്ചോണ്ട് വന്നു. ഓക്കെ, I remember so much like സോ ഒരു മീറ്റർ എന്ന് പറയുന്നത് ഇത്രയാണ്. ഒരു മീറ്റർ എന്ന് പറയുന്നത് 2x2 meter എന്ന് പറയുമ്പോൾ ഇതിന്റെ ഇരട്ടി ഉണ്ടാവണ്ടേ. 2x2 meter എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പിടിച്ചോണ്ട് വരണം. ഇവന്മാര് ഇത്രയുള്ള ഒരു സാധനം ഇട്ട് വന്നു. എങ്ങനെ അവര് നോക്കി ഇങ്ങനെ എന്താ വാട്ട് ഇസ് ദിസ് 2x2 ലൈക്ക് 2 meter ഉണ്ടോ ഇത് ഒന്ന് ആലോചിക്കാൻ. റിമെമ്പർ ഇറ്റ് സോ ക്ലിയർലി. ഞാൻ ഒച്ച എടുക്കുവായിരുന്നു, ഇത് 2 meter ഉണ്ടോ, ഇതാണോ ഞാൻ നിങ്ങളത് മേടിച്ചിട്ട് പറഞ്ഞു. All that, so we got that close that fast. കഴിഞ്ഞ വന്നത്തെ ലോഗോന്റെ കുതിരനെ വരച്ചത് അതുലാണ്. അതിലും അലക്സും ഡെക്കോനാണ് ആദ്യമായിട്ട് വന്നത്. You guys should know this. വരയ്ക്കുന്ന ഒരു ക്ലിപ്പിനെ ആഡ് ചെയ്യാട്ടോ. കഴിഞ്ഞ വരത്തെ കുതിരനെ വരച്ചത് അതിലാണ്. അവര് എല്ലാ ദിവസവും ഉണ്ടായിരുന്നു പണിയെടുക്കാൻ. അവര് അതില് ഹോസ്റ്റലിലായിരുന്നു വന്നിട്ട്. അതില് ഹോസ്റ്റലിൽ നിന്ന് മാറി അലക്സിന്റെ അടുത്ത് നിൽക്കുമായിരുന്നു പണിയെടുക്കാൻ വേണ്ടിയിട്ട്. There's not so much footage അതിന്റെ. പക്ഷെ നൗ ഞാൻ പഴയ ഫോട്ടോസ് എന്തെങ്കിലും എടുത്ത് നോക്കുന്ന സമയത്ത് കുറെ ഗ്രൂപ്പ് ഫോട്ടോസില് അവിടെ ഇവിടെ ഒക്കെ ഉണ്ട് അതില്. So അതുൽ has been there കഴിഞ്ഞ കൊല്ലം തൊട്ട്. അതുൽ is very important. അതുൽ വന്നത് ഡെക്കോനാണ്. അതുൽ യെസ്. സോ ഈ കൊല്ലം തുടങ്ങിയപ്പോ ഓൾസോ ഹൗസ് ക്യാപ്റ്റൻസിന്റെ ഇലക്ഷൻ സമയമായപ്പോ ഐ ടെക്സ്റ്റഡ് ബോത്ത് ഓഫ് them like ക്യാപ്റ്റൻസിക്ക് നിൽക്കുന്നില്ലേ, ആരാ നിൽക്കുന്നത്? അലക്സ് വാസ് ലൈക്ക് അതുൽ നിൽക്കുന്നത്. ഓക്കെ, പൊളിക്കാം. അതിൽ കുറെ പേര് നിൽക്കുന്നുണ്ടായി, അതിൽ നിൽക്കുന്നുണ്ടായി. എന്നിട്ട് എലക്ഷൻസ് എല്ലാവരും നടന്നു, അതിൽ ജയിച്ചു. ഐ വാസ് വെരി ഹാപ്പി. എന്നിട്ട് എന്താ നന്നായിട്ട് കണ്ടംപ്ലേറ്റ് ചെയ്യുന്നതാണ്. Is it wrong if I support a particular candidate? I did not support anyone. I did not support anyone. Okay. അപ്പൊ ബിക്കോസ് എനിക്ക് എലക്ഷൻസ് ഉണ്ടായിരുന്നില്ല. സോ ഐ വാസ് ക്യാപ്റ്റൻ ഓൾറെഡി. വെൻ എലക്ഷൻസ് എല്ലാവരുടെയും നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഐ ഡോണ്ട് ഹാവ് ഓപ്പണൻസ്. സോ ഐ വാസ് ക്യാപ്റ്റൻ. ഞാൻ ആരെങ്കിലും സപ്പോർട്ട് ചെയ്താൽ ദാറ്റ്സ് ലൈക്ക് ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന ആളല്ല വേറെ ആളാണ് ജയിക്കുന്നതെങ്കിൽ യുനോ ഐ ഷുഡന്റ് ഡു ദാറ്റ്. ആൻഡ് ഐ ഡിഡ് നോട്ട് സപ്പോർട്ട് എനിവൺ. ഓക്കെ, എന്നിട്ട് അതിൽ ക്യാപ്റ്റനായി. was the only person like I had a relationship with captaincy നിന്നതില്. and അതിൽ ക്യാപ്റ്റനായി. I was very happy, very very happy. എന്നിട്ട് നമുക്ക് ക്രിസ്മസ് ഉണ്ടായി, ഓണം ഉണ്ടായി. ആൻഡ് എപ്പോഴും ഇറ്റ് വാസ് ലൈക്ക് അതിലെ ആദ്യമൊക്കെ ദ ബിഗിനിങ് ഒക്കെ ലൈക്ക് ഓണത്തിന്റെ സമയത്ത് അതിൽ വാസ് ലൈക്ക് നീ പറയുന്നത് ഫുൾ നിന്റെ കൂടെ ഉണ്ടാവും. അങ്ങനെ യു ക്യാൻ സീ ദ ചേഞ്ച് ഭരതം ആയപ്പോഴത്തേക്കും. ഹീസ് ഓ മൈ ഗോഡ്, ഇറ്റ്സ് നോട്ട് ഈവൻ ലൈക്ക് ഹീ സ്റ്റെപ്ഡ് അപ്പ്. അതുൽ വാസ് ദ ബെസ്റ്റ് ക്യാപ്റ്റൻ. ഇപ്പൊ ഓക്കെ, ബെസ്റ്റ് ക്യാപ്റ്റൻസിന്റെ അവാർഡ് കിട്ടിയത് വേറെ ആൾക്കാർക്കാണ്. പക്ഷെ അക്കോർഡിംഗ് ടു മീ അതുൽ വാസ് ദ ബെസ്റ്റ് ക്യാപ്റ്റൻ. According to me too. He was the best captain, no doubts. It was not like നിന്റെ കൂടെ ഞാനുണ്ട്, അങ്ങനെയല്ല. അവൻ ക്യാപ്റ്റനാ, അവൻ ക്യാപ്റ്റന്റെ പണി അവൻ ചെയ്യുക. ആൻഡ് ബാക്കി എല്ലാ ക്യാപ്റ്റൻസിന് 2 കാലം ഉണ്ടായിരുന്നുള്ളൂ, അതുൽ 4 കാലായിരുന്നു. എന്റെ കാലമായിരുന്നു അതിൽ. എവറിത്തിങ് ഐ വാസ് സപ്പോസ് ടു ഡു, എവറിത്തിങ് ഹി വാസ് സപ്പോസ് ടു ഡു, എല്ലാം ചെയ്തത് അതിലാണ്. ഐ ആം സോ 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 ഗ്രേറ്റ്ഫുൾ അതുൽ ക്യാപ്റ്റനായി. ഇവൻ നന്ദയ്ക്ക് ആക്സിഡന്റ് ആയ അതേ സെക്കൻഡില് like the first person to show up at the hospital was Atul. Alex Adulum. Yeah, Alex Adulum. Yeah. നിങ്ങൾ ഈ വ്ളോഗ് കാണൂലായിരിക്കും, 1.5 മണിക്കൂർ ഉണ്ടാവും ഈ വ്ളോഗ്. Nobody is reaching to this point in the vlog. Yeah, പക്ഷേ telling you guys you are very important to me, Alex and Atul. And Atulile മാത്രമായിട്ട് I am so grateful that you were Rajput's captain. I wouldn't have wanted it any other way. And this cup wouldn't have come home if you weren't the captain. ഈ സെക്കൻഡ് പോലും നമുക്ക് കിട്ടൂലായിരുന്നു. നീ ഇല്ലായിരുന്നെങ്കിൽ ഈ സെക്കൻഡ് പോലും നമുക്ക് കിട്ടൂലായിരുന്നു. ഐ എം സോ ഗ്രേറ്റ്ഫുൾ. എന്റെ കാല് പോയപ്പോഴും ഐ വാസന്റ് വറീഡ് ബിക്കോസ് അവൻ മാത്രം മതി. ഞാൻ അവനൊരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് വണ്ടി ഇടിച്ച് അന്ന് വൈകുന്നേരം എന്തോ ഞാൻ മെസ്സേജ് അയച്ചു ലൈക്ക് ഐ എം സോ സോറി ദാറ്റ് ഐ വോണ്ട് ബി ദെയർ, പക്ഷെ നീ മാത്രം മതി നമുക്ക് കപ്പ് കിട്ടാന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടായി. ആൻഡ് ഐ ലവ് ദ റിലേഷൻഷിപ്പ് ഐ ഹാവ് വിത്ത് അതുൽ ഓൾസോ. ലൈക്ക് ഞങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഞങ്ങളിപ്പോ എന്തെങ്കിലും പണിയെടുക്കാൻ പോവുകയാണെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പോവുകയാണെങ്കിലും in the beginning it was just us. It was just me and Atul. ഒരു പിള്ളേരും ഇല്ല, ആരും ഒന്നിനും വരുന്നില്ല, ആരും ഒരു പണി എടുക്കുന്നില്ല. It's like you go through a lot and it was just me and Atul in the beginning. And yeah, I'm very grateful for you. Okay, also the next person that I'm grateful for is Adit. No words. Aditനെ കാണുമ്പോൾ എനിക്ക് എന്നെ തന്നെ ഓർമ്മ വരുന്നത്. It's like second year you guys saw the കുതിരേന്റെ ഇതൊക്കെ. I would like to say something. Okay. Please vote for Adit for the next elections. Please make a captain everybody, because ഞാൻ എന്റെ സൈഡിൽ നിന്നും കൂടി പറയാണ് that
from Nanda's second year, if Nanda had a go-to junior, if Nanda had somebody to call for Nandara Kayo Galo and the Nandara, even Nandara brains item, heart item, everything item, if Nanda had one junior to call, that was always Adit. And he deserves to be the captain, and he is the captain that can bring the cup home. സത്യം അയ്യോ Adit is first year തൊട്ടുള്ള Rajputs. ഈ തേർഡ് ഇയർ കയറി വന്നിരിക്കുന്നതല്ല പക്ഷെ Adit ഫസ്റ്റ് ഇയർ തൊട്ടുള്ളതാണ്. നമ്മുടെ സ്പോർട്സിൽ എല്ലാ മെഡലും കൊണ്ടുവരുന്നത് അതുലാണ്. അതിലുണ്ട്, അതൊരു ഫുട്ബോളറാണ്. അതിൽ നടുവുണ്ടായിരുന്നില്ല, എന്നിട്ട് നമ്മൾ ഫുൾ ഓടി നടന്നു. ഓക്കെ ഐ മൂവിങ് ഓൺ ഫ്രം Adit. അപ്പോ Adit മെയിൻ ആയിട്ട് ഞാൻ പറഞ്ഞു വന്നത് എന്നെ തന്നെ ഓർമ്മ വരുന്നു. പക്ഷെ ബട്ട് ലൈക്ക് വർക്കിംഗ് 10 times harder, നോട്ട് ഈറ്റിംഗ് harder. ഇറ്റ്സ് ലൈക്ക് അവൻ രാവിലെ ഒരു ചപ്പാത്തി കഴിച്ചിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് അവൻ രാത്രി കഴിഞ്ഞ് രാവിലെ 4 മണി വരെയൊക്കെ ഇരുന്ന് പണിയെടുക്കുക. ഹി സിറ്റ്സ് ദർ അലോൺ ഡൂയിങ് അവർ വർക്ക്. 10 പേര് ഇരുന്ന് ചെയ്യേണ്ട പണി അവൻ ഒറ്റയ്ക്ക് ഇരുന്ന് ചെയ്യും. And by the time he is done, he doesn't have a place to sleep. അവൻ എനിക്കൊക്കെ കേരള തന്നെ ചേച്ചിയുടെ വീടുണ്ടായിരുന്നു. ഇവന്റെ അടുത്ത് രാത്രി 2 മണി 3 മണി കഴിയുമ്പോൾ വീട്ടിൽ നിന്ന് അമ്മ വിളിച്ച് പറയാം, നീ വരണ്ട, നീ അവിടെ നിന്നാ മതി. ഇവിടെ നിൽക്കാൻ he doesn't have a place to stay. He's റോട്ടിൽ നിൽക്കേണ്ട അവസ്ഥയാണ്. എന്റെ പൊന്നെ, എന്റെ അടുത്ത് Adul is the leader. Adul is taking care of everything that's happening. It was like 60-70 events. എല്ലാം നോക്കി നടത്തിയത് Adul. പക്ഷെ Adit was the labor. The best employee award. The best employee award goes to Adit. And Adit ഇല്ലെങ്കിൽ ഈ പണി എടുത്ത് നമ്മൾ ചെയ്ത് തീർക്കണമല്ലോ. Adul is telling us എന്ത് പണി എടുക്കണ്ടേന്ന്. പക്ഷെ ഈ പണി എടുക്കാൻ ആൾക്കാർ വേണ്ടേ? പണി എടുക്കാൻ ആൾക്കാരില്ലല്ലോ നമുക്ക്. ഈ 10 പേരുടെ പണി Adit ഒറ്റയ്ക്ക് ഇരുന്നാ ചെയ്യുന്നത്. ഒരു 2 ആഴ്ച മുമ്പ് ചെയ്ത് തീർക്കേണ്ടിയിരുന്ന പണി ഇവന്റിന്റെ തലേന്ന് വേറെ ആൾക്കാർ ചെയ്യാത്തത് കാരണം Adit ചെയ്യേണ്ട വന്ന് Adit എല്ലാരും ചെയ്യുന്നതിനേക്കാളും അടിപൊളിയായിട്ട് ചെയ്ത് സെറ്റ് ആക്കിയതാണ് Adit. Adit is the most creative, the most responsible, the person who's put all his heart into Rajputs. Adit ആണ്. And you guys അടുത്ത കൊല്ലം Aditനെ ക്യാപ്റ്റൻ ആക്കിയില്ലെങ്കിൽ ഞാൻ വരത്തില്ല. ഞാനും you guys wouldn't care. പക്ഷെ നന്ദ വരില്ല guys. ഞാൻ വരുമായിരിക്കും. പക്ഷെ എന്റെ Aditനെ ക്യാപ്റ്റൻ ആക്കിയില്ലെങ്കിൽ he has to be captain. നമുക്ക് നമ്മുടെ കപ്പ് വേണമെങ്കിൽ Adit ആയിരിക്കാം. അവൻ അത്ര ഇട്ടിട്ടുണ്ട്. ചോര നീരാക്കിയിട്ടാണ് അവൻ പണിയെടുത്തേക്കുന്നത് രജപുത്തിന് വേണ്ടിയിട്ട്. സോ you guys understand. You guys all know how hard Adit has worked. So അത്രേ ഉള്ളൂ. സോ ഞാൻ പറഞ്ഞു തുടങ്ങുകയാണെങ്കിൽ ഐ ഹാവ് എന്റെ സേറയും നീയും എലീസയും. എന്റെ എലീസ കോക്കിയാറിന്റെ അവസാനം 2 ആഴ്ച എനിക്ക് വേണ്ടിയുള്ള മൊത്തം അവൾ ഓടിയിട്ടുണ്ട്. അവള് അവസാനം സേറ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് ബ്രോ. The best logo. Rajagiri chairman, if you are listening to this, that logo is just the best. ഒരു കാർഡ്ബോർഡ് വെച്ചുണ്ടാക്കിയ ഇതാണത്. കാറ്റും മഴയും കൊണ്ടുപോയിട്ട് 3 ആഴ്ച കഴിഞ്ഞിട്ടും അത് അവിടെ ഇപ്പോഴും കല്ല് പോലെ നിൽക്കാണ്. ബ്രോ, നോട്ട് ഗിവിംഗ് ദാറ്റ് ലോഗോ ആൻ അവാർഡ് ഇസ് എ ക്രൈം. You see that logo ഇതിനുള്ള വീഡിയോയിലുണ്ട്. സോ മജസ്റ്റിക്, സോ ഗോർജിയസ്. മൊത്തം ഉണ്ടാക്കിയത് എന്റെ സേറയും പാർത്തുവും ബാക്കി പിള്ളേരും കൂടിയാണ്. എന്റെ പൊന്നെ, എനിക്ക് ശരിക്കും പേടിയായത് സേറയും പാർത്തുവും സെക്കൻഡ് ഇയേഴ്സ് അവര് കോളേജിൽ ചെയർമാനായിട്ട് വഴക്കുണ്ടായിക്കൊണ്ടിരിക്കും. സോ ബാക്കിൽ ഞാനും Aditഉം വേറെ കമ്മിറ്റി എടുത്ത് സംസാരിച്ചോണ്ടിരിക്കുന്നുണ്ട്. ഇവര് പാർട്ടി പിടിക്കാൻ പോയത് ആ സാധനം മേടിച്ചു വെച്ചോണ്ടിരുന്ന സാധനമാണ്. അപ്പൊ ഞങ്ങൾ ഇതിന് വിലയില്ലേ? ഞാനിങ്ങനെ എന്റെ പോയിന്റ് ഓഫ് വ്യൂ താഴ്ത്തുന്നതാണല്ലോ. ഞാൻ ഇരിക്കുവാണല്ലോ, താഴ്ത്തിരിക്കുവാണല്ലോ. ഞാനിങ്ങനെ നിങ്ങളൊരു മയത്തിലൊക്കെ we were doing the talking, പക്ഷെ obviously they had so much emotions. So yeah, all my പിള്ളേർ, my Nia, my Sarah, my Partha, my Eliza, my Adit, my Atul, എല്ലാവർക്കും വെരി 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 ഗ്രേറ്റ്ഫുൾ. ഓൾസോ ഈ കാലൊടിഞ്ഞിട്ട് ഞാൻ രജപുട്സിന്റെ ക്യാപ്റ്റനായിരുന്നു വെരി ഗ്രേറ്റ്ഫുൾ. ഞാൻ വേറെ ഏത് ഹൗസിന്റെ ക്യാപ്റ്റനായിരുന്നെങ്കിലും ഈ പണിയൊന്നും നടക്കത്തില്ല. വേറെ ഏത് ഹൗസിന്റെ ക്യാപ്റ്റനായിരുന്നെങ്കിലും അതവിടെ നിന്ന് പോയനെ. ഞാൻ രജപുട്സ് ആയത് കാരണം I did not need my legs. The captain didn't need legs because we had the captain and we had everyone else. And that's this year's captain signing off, you guys. രണഭൂമി വരുന്നുണ്ട്. ഞാൻ 2 ആഴ്ച കഴിഞ്ഞിട്ട് സൈൻ ഓഫ് ചെയ്യാം. Okay, bye guys, thank you for watching. Rajputs!
പൊക്ക് ബലി. ഓ ഇത് കഴിഞ്ഞ കൊല്ലത്തെ ഇവരുടെ പോസ്റ്റ് കൊണ്ടുപോകാൻ പാടില്ല. വേണ്ട എന്തുവാ വേണ്ട എല്ലാവരും ഓരോ സർട്ടിഫിക്കറ്റ് വെച്ച് കൊടുക്കും. ഫോട്ടോ എടുക്കാൻ തരുന്നില്ല സഖ. അയ്യോ സോനട അടുത്ത വല്ല ക്യാപ്റ്റനാരാ? പക്ഷെ അളകലന്തയുടെ സെക്കൻഡ് കിട്ടിയതിൻ്റെ സെലിബ്രേഷൻ്റെ ഭാഗമായി ഞങ്ങൾ ചുമ്മാ അല്ല ആക്ച്വലി സെലിബ്രേഷൻ ഒന്നുമല്ല, ഞങ്ങൾ ചുമ്മാ ഫുഡ് കഴിക്കാൻ വന്നിട്ട് ഞങ്ങൾ മന്തി കഴിക്കാൻ കയറിയതാണ്. ഓക്കെ അപ്പോൾ ഗൈസ് അളകലത്ത അങ്ങനെ അളകലന്തയുടെ ലാസ്റ്റ് ഭരതം കഴിഞ്ഞിരിക്കുന്നു. അളകലത്തേക്ക് സെക്കൻഡ് പ്രൈസ് അടിച്ചു. ഇനി അടുത്ത പിന്തുടരുന്ന വർഷങ്ങളിൽ നമ്മൾ ഇനി ഡെക്കോ പണിക്ക് പോകുന്നതാണ് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് അവർ വ്ളോഗ്. ഇനി there might not be ever a Rajagiri vlog coming. There's no reason for it. Hi. Yes. How about you? Bye.